ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഇന്ന് ഞാൻ ഒരു ചെറിയ ട്രിപ്പുമായിട്ട് ഞാൻ ഫുജറ പോവാണ്. സറാറ 3 ട്രിപ്പ് കണ്ടിന്യൂ പോയിട്ട് വന്നു. ഇപ്പോൾ ഒരു ഫുജറ ട്രിപ്പാണ്. കുറച്ച് ദിവസം നല്ല റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരു കുഞ്ഞൊരു ബാർജലിക്ക് ഓയിൽ ഡെലിവറിക്ക് വേണ്ടി പോകുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ എൻ്റെ കമ്പനിയിലെത്തി. കമ്പനിയിലേക്ക് ഇല്ല നിൽക്കുകയാണ്. അതാണ് കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ജബലിക്കുള്ളിലാണ്. ജബലിക്കുള്ളിൽ ലോഡ് ചെയ്യാൻ വന്ന കമ്പനിയാണ് ഗൾഫ് ഓയിൽ. ഞാൻ സ്ഥിരമായിട്ട് ലോഡ് ചെയ്യുന്നത് ഈ ഒരൊറ്റ കമ്പനിയാണ്. ഇതിൻ്റെ വണ്ടിയുടെ ഉൾവശം ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ ലാസ്റ്റ് ട്രിപ്പ് സലാല പോയി വന്നതിന് ശേഷം 3ാമത്തെ ട്രിപ്പ് ഈ വണ്ടി തന്നെയാണ്. വണ്ടികൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. 4ാമത്തെ ട്രിപ്പ് കണ്ടിന്യൂ ഈ വണ്ടിയാണ് പറയാറുണ്ട്. ഈ വണ്ടികൾക്ക് നല്ല സ്പേസ് ഉണ്ട് നമുക്ക് കുറവാനൊക്കെ. നേരെ കാണുന്ന കമ്പനിക്കാണ് എനിക്ക് ലോഡിങ്ങിന് വരേണ്ടത്. ഞാൻ കുറച്ച് ബാക്കിൽ നിന്ന് എടുക്കണമെന്ന് വെച്ചാൽ അവർ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില കമ്പനിയുടെ വീഡിയോ എടുക്കാൻ അലോട്ട് ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ വലിയ പ്രശ്നമില്ല. ആ ഒരു ബ്ലൂ ഓറഞ്ച് കളറിലുള്ള ടാങ്കേഴ്സ് ഓയിൽ ഫില്ല് ചെയ്യുന്ന ടാങ്കേഴ്സാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലോഡിങ് ഓൾറെഡി ഒരു വണ്ടി ടോട്ടൽ 3 വണ്ടിയുണ്ട്. 3 വണ്ടി ഫുജറയ്ക്കാണ്. ഒരു വണ്ടി ഓൾറെഡി ലോഡിങ്ങിലേക്ക് എടുക്കാനത് കഴിയാറായിട്ട്. അത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ലോഡിങ്ങിലിടും. അത് കഴിഞ്ഞ പിന്നെ ഇൻസ്പെക്ഷൻ. ഇന്നലെ രാത്രി ഞാൻ ഈ ഫുജറ സീ പോർട്ടിലെത്തി. അപ്പോൾ ഈ ബാർജ് ഞാൻ ഡെലിവറി ബാർജ് തന്നെ എനിക്ക് ഹെൽപ്പറുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് വണ്ടി മതി. ഇവിടെ നമുക്ക് ലോക്കൽ ഡെലിവറിക്കൊക്കെ ഹെൽപ്പർ ഉണ്ടാവും. ക്രോസ് ബോർഡർ ഓട്ടത്തിന് നമുക്ക് ഹെൽപ്പർ ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടാണ്. ആ ദൂരെ ഒരു ബാർജുകളുണ്ട്. അത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ട്രൈ സ്റ്റാർ. ഇവിടെയും നമ്മൾ പറയാറുണ്ട് ഇവിടെ എല്ലായിടത്തും ക്യാമറ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ട്രക്കിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. പരിമിതിയുണ്ട്. ഇവിടെ സെക്യൂരിറ്റിയും ക്യാമറയും ഇതൊക്കെ ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതാണ് ഫുജറ സീ പോർട്ട്. ചെറിയ പോർട്ട് ഇട്ടാ, പക്ഷെ അതിൻ്റെ വലിയ മദർഷിപ്പൊക്കെ വരുന്ന പോർട്ട് കുറച്ച് അപ്പുറത്താണ്. അവിടെ ഒരുപാട് രാജ്യങ്ങൾ ഓയിൽ ഗ്യാസൊക്കെ എടുക്കാൻ വരുന്ന ഷിപ്പുകൾ അവിടെ ഡെലിവറി കൊടുക്കേണ്ട ചെറിയ പോർട്ടാണ്. ബാർജ് കാണാം കേട്ടാ. പിഗാസൂസ് വാൾ. ഇതിനവിടെ ബാർജ് എന്നും പറയും, ബോട്ട് എന്ന് പറയും. എല്ലാവരോടും ഉപയോഗിക്കുന്ന വാക്ക് ബാർജ് ഇതാണ്. അതെൻ്റെ ഹെൽപ്പറാട്ടോ, ബ്ലൂ കവറുകളിട്ട് നിൽക്കുന്നത്. ഇവിടെ ലോക്കൽ ഡെലിവറിക്ക് ഇവിടെ നമുക്ക് ഹെൽപ്പർമാരുണ്ടാവും. അവർ ട്രെയിനഡ് ഹെൽപ്പേഴ്സ് തന്നെയാണ്. ഇതെല്ലാം എങ്ങനെ ഡെലിവറി ചെയ്യാന്നുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവരെ വിടുന്നത്. അത് ഡ്രൈവർമാർക്കുണ്ട്, ഹെൽപ്പേഴ്സിനുണ്ട്. ഇപ്പോൾ ഈ ടാങ്കിൽ നിന്ന് ഡെലിവറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൊടുത്തിട്ട് തുടങ്ങിയിട്ടില്ല. കണക്ഷനൊക്കെ വെച്ച് എല്ലാം പ്രോപ്പർ കണക്ഷനാണോ നമുക്ക് നോക്കും നമ്മൾ A to Z നോക്കിയ ശേഷം. കാരണം ചെറിയൊരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ ഫൈൻ അവിടെ പോർട്ടിൻ്റെ. അതെല്ലായിടത്തും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇതിൽ 4 കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ലാസ്റ്റിലാണ് കേട്ടോ. കുറച്ച് മുന്നേ എടുക്കാൻ വെച്ചാൽ കുറച്ച് ഇരുട്ടായിരുന്നു. ഏകദേശം സമയം 7 മണി കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ടാങ്കിൽ നിന്ന് നേരെ ഔട്ട്പുട്ടാണ് പോണത്. ഇങ്ങനെ പോയി നേരെ പമ്പിലേക്ക് പോകും. ഈ പമ്പിൽ നിന്ന് മീറ്റർ വഴിക്ക് ഔട്ട്പുട്ട് പോകും. ഇതാണ് ഡെലിവറി. ഇതിപ്പോൾ കറക്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. നേരെ അത് പമ്പിലേക്ക് പോകണം. ഈ പമ്പിൽ നിന്ന് മീറ്റർ വഴിക്ക് ഔട്ട്പുട്ട് നേരെ ബാർജിലേക്ക് പോകും. എല്ലായിടത്തും ഈ പൈപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഔട്ട്പുട്ട് ഇൻപുട്ട്. കാരണം പുതിയ ഡ്രൈവേഴ്സൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി. ഇതാണ് കേട്ടോ ഡെലിവറി. ഓക്കെ, എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോർട്ടിൻ്റെ അടുത്തുള്ള സിഗ്നലാണ്. ഈ ലെഫ്റ്റ് സൈഡിലെ കണ്ട ബ്രിഡ്ജ് ഇത്തിഹാദ് റെയിൽവേൻ്റെയാണ്. ഇനി ഇവിടുത്തെ എനിക്കൊരു 3.5 മണിക്കൂർ ഓട്ടമുണ്ട് ദുബായിക്ക്. ഞാൻ പോയിക്കൊണ്ടിരിക്കും. ഇത് വലിയൊരു മലയൊക്കെ വെട്ടിപ്പൊളിച്ചിടയ്ക്കുള്ളൊരു റോഡാണിത്. ഇത് ഏകദേശം ഒരു 25-30 കിലോമീറ്റർ താഴെയുണ്ട്. ട്രക്കിലൂടെ 60 കിലോമീറ്റർ സ്പീഡാണ് അവിടെ ഉള്ളൂ ഈ റൂട്ടിൽ. ഈ വലത്തെ സൈഡിൽ കാണാൻ തുരങ്കം ഇത്തിഹാദ് റെയിൽവേയുടെയാണ് കേട്ടോ. ഇത് ഒരു 20 കിലോമീറ്ററോളം കൂടി ബാക്കിയുണ്ട് ഈ റോഡിന് മുന്നോട്ട്.
നമ്മളിപ്പോൾ ബസാഫി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ആ റൗണ്ട് ഔട്ട് 4 കൂടിയ റോഡാണ്. ഒന്ന് കൽബയ്ക്ക് പോണ റോഡ്, ഒന്ന് ദുബൈക്ക് പോണ റോഡ്. ഇപ്പോൾ ബസാഫി സെൻറ്ററിലേക്ക് നമ്മൾ ഓൾറെഡി എത്തി. വലിയ ടൗൺ തന്നെ, ചെറിയൊരു എന്താ പറയുക ടൗണാണ്. നമുക്ക് ഈ 2 വശത്തും കാണുന്നത് ഈ സ്ഥലത്തിൻ്റെ ഭാഗത്ത് ഫ്രൈഡേ മാർക്കറ്റ് എന്നാണ് കേട്ടോ. 2 ഭാഗത്ത് ഫ്രൂട്ട്സ്, അതുമാതിരി നമ്മുടെ പോട്ടറി ഐറ്റംസുകൾ, പോട്ടറി ഐറ്റംസ് ഉണ്ടല്ലോ, അത് അങ്ങനെ പലവിധ അലുമിനിയം പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഫ്രൈഡേ മാർക്കറ്റ് എന്നാണ്. ബസാഫി കഴിഞ്ഞിട്ടാണിത്. ഇത് ഷാർജ ഏരിയയാണ്. ഷാർജ ഒരു ടോളുണ്ട് ഇവിടെ. അതിൻ്റെ സ്ഥലത്തിൽ ദൈദ് എന്ന് പറയും. ഇവിടെ ഒരു വണ്ടിക്ക് അടക്കേണ്ട ടോളിൽ 425 ദർഹമാണ് കേട്ടോ. ഓരോ ട്രിപ്പിൽ അടക്കേണ്ട റേറ്റാണിത്. അതായത് നമ്മൾ തിരിച്ച് ദുബായിക്ക് പോകുമ്പോൾ അടക്കണ്ടോ. അതായത് നമ്മൾ റാസൽ ഖൈമ അല്ലെങ്കിൽ ഫുജാറ കൊറഫയിൽ പോകുമ്പോൾ അടയ്ക്കണ്ട. തിരിച്ചു വരുന്ന സമയത്ത് അതിന് ഫീസ് അടയ്ക്കണ്ടോ. വൺ സൈഡ് മാത്രം അടയ്ക്കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ 2 സൈഡിലും ബോത്ത് സൈഡിലും നമ്മൾ പൈസ അടയ്ക്കണം. ഇവിടെ അതില്ല, ഒറ്റ സൈഡ് പൈസ അടയ്ക്കട്ടോ. നമ്മൾ ദുബായിൽ നിന്ന് കൊറഫ്ഖാൻ ഫുജറ പോകുകയാണെങ്കിൽ അടയ്ക്കേണ്ട, തിരിച്ചു വരുമ്പോൾ മാത്രം അടച്ചാൽ മതി. 425 പെർ ട്രക്ക്. നമ്മൾ ഈ വലത്തെ സൈഡിലാണ് വലിയ ബിൽഡിങ് ഫ്ലൈ ദുബൈയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് കേട്ടോ. ദുബൈയിൽ ഫ്ലൈ ദുബൈ. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കും കേട്ടോ. ഞാൻ ഇന്നലെ ഫുജറ പോയി. അപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് എത്തി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.